സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെയാണോ ഭയപ്പെടുത്താൻ നോക്കുന്നത്? എങ്കിൽ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനാകില്ല. നിയമം നടപ്പിലാക്കാൻ മനസ്സില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു. അത്രമേൽ ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ സർക്കാരിനെ പിരിച്ചുവിടൂ. ഇത് മഹാപ്രകടനത്തെ നയിച്ചുകൊണ്ടുള്ള പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വാക്കുകളാണ്. മമത ഈ പേര് അലോസരപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണകൂട ഭീകരതയ്ക്ക് തിരക്കഥ ഒരുക്കുന്നവരെ ഭയപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. অনেক প্ল্যান আছে, বাইরের লোক ঢুকিয়ে দিয়ে অশান্তি করার। যারা মিছিলে থাকবেন ভদ্রভাবে মিছিলে চলবেন, আর কি স্লোগান দেয়া এটা পার্টি ঠিক করে দেবে। പശ്ചിമ ബംഗാളിന്റെ തെരുവിലെ മമതയുടെ മഹാപ്രകടനം ഇന്ത്യൻ ഭരണകൂടത്തിനുള്ള ഒരു ഓർമ്മ. മതനിരപേക്ഷതയെയും ഭരണഘടനയെയും തകർക്കുന്ന ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മറ്റെല്ലാ അഭിപ്രായങ്ങളും മാറ്റിവെച്ച് കേരളം അതിൻ്റെ ചരിത്ര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുമാറ് ഒറ്റക്കെട്ടായി സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന സന്ദേശമാണ് ഇന്നലെ രക്തസാക്ഷി മണ്ഡപത്തിൽ ഭരണ പ്രതിപക്ഷ സത്യാഗ്രഹ സമരം ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുകയില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെ എങ്കിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോജിച്ചുകൊണ്ടൊരു സമരമായിരിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിന് അദ്ദേഹം സമ്മതം മൂളിയതും ഇന്നലെ അത് പ്രാവർത്തികമായതും കേരളീയ കക്ഷിരാഷ്ട്രീയ ചരിത്രത്തിലെ പുതിയൊരു അധ്യായം തന്നെയാണ്. രാജ്യത്തിൻ്റെ ജീവശ്വാസമായ ജനാധിപത്യവും മതേതരത്വവും തകരുമ്പോൾ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും യാതൊരു സ്ഥാനവും ഇല്ലെന്നും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനുള്ള പോരാട്ടത്തിൻ്റെ സമയമാണ് അടുത്തിരിക്കുന്നത് എന്നുമുള്ള സന്ദേശമാണ് സാധാരണക്കാരന് നൽകിയിരിക്കുന്നത്. ഇതൊരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നും രാജ്യത്തെ ഒട്ടാകെ തകർക്കുന്ന വിപൽക്കരമായ തീരുമാനമാണ് പൗരത്വ നിയമ ഭേദഗതി നിയമമെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഭരണ പ്രതിപക്ഷ സംയുക്ത സത്യാഗ്രഹ സമരത്തിന് സാധിച്ചിട്ടുണ്ട്. രാജ്യമൊട്ടാകെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജാതി മതഭേദമന്യേ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ അതൊരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന സന്ദേശമാണ് ലോകത്തിനാകമാനം ഇന്ത്യൻ യുവാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമായ നാനാത്വത്തിലെ ഏകത്വമെന്ന തത്വമാണ് ഇതിലൂടെ ഇന്ത്യയിലെ ജനത ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഓർക്കേണ്ടതും മാനിക്കേണ്ടതും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ തനി നിറവും ഈ സമരം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസാക്കിയാൽ അതനുസരിക്കാൻ സംസ്ഥാനങ്ങളിൽ ബാധ്യസ്ഥമാണെന്ന അദ്ദേഹത്തിന്റെ വാദം ബാലിശമാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ നിയമം നടപ്പിലാക്കില്ലെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളും തീരുമാനങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായാൽ അതനുസരിക്കാൻ സംസ്ഥാന സർക്കാരുകൾ ബാധ്യസ്ഥമല്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഗവർണർക്കുള്ള മറുപടി കൂടിയാണ്. സമാനമാണ് ബംഗാളിലെ മമതയുടെ സമരപ്രഖ്യാപനവും. ചുരുക്കത്തിൽ 2 ദിനോസറുകളുള്ള ജുറാസിക് റിപ്പബ്ലിക്കായി മാറിയ ഇന്ത്യയിൽ നിങ്ങളെ ആരും പേടിക്കുകയില്ലെന്ന കോൺഗ്രസ് നേതാവ് കപിൽ സിബലിന്റെ പാർലമെന്റ് പ്രസംഗമാണ് ഇന്ത്യൻ തെരുവുകളിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.